ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇന്ന് ഒരു ട്രഡീഷണൽ ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ മനം കവരുന്ന ഒരു സ്പെഷ്യൽ തട്ടുകട വിഭവത്തിൻ്റെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു രസവട ആദ്യം ഉണ്ടാക്കാം. ഒരു 200 ഗ്രാം വടപ്പരിപ്പ് ഞാൻ ഒരു 7 മണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഇടത്തര സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന്, 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 2 വെളുത്തുള്ളി നുറുക്കിയത്, പിന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കായം, വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ. ഇതിനു വേണ്ടി ഞാനൊരു രസം തയ്യാറാക്കിയിട്ടുണ്ട്. രസം പരിപ്പൊന്നും ഇടാതെ സാധാരണ സിമ്പിളായിട്ട് ചെയ്തതാണ്. നിങ്ങൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന രസം മതി. പുളി ഒരല്പം കുറച്ച് ചേർത്താൽ മതി. വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഒക്കെ ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അവനവൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഒരു രസം ഇതിനു വേണ്ടി റെഡിയാക്കാവുന്നതാണ്. ഞാൻ ഈ പരിപ്പ് ഇനി അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും ചേർക്കരുത്. നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഇത് ചെയ്യാവുന്നതാണ്. ഞാനൊരു മൂന്നാമത്തെ ബാച്ച് അരച്ചെടുക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും, അതായത് മുളക് പൊടി, പെരിഞ്ജീരകം, കായം, ഉപ്പ്, സവാള, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മൾ ആദ്യം അരച്ച പരിപ്പും അവസാനത്തതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് പരിപ്പൊന്ന് കാണാൻ കിട്ടണം. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ചൊന്ന് ചപ്പിക്കണം. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല കരികരിപ്പോടെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അകം വേഗം വേണം, അതുപോലെ പുറം നല്ല ബ്രൗൺ കളറും ആകണം. എന്നാലേ വടയ്ക്ക് സ്വാദ്
നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ ടേസ്റ്റി ടൊമാറ്റോ ചട്നി മാത്രം മതി നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഞാനൊരു തേങ്ങാ ചമ്മന്തി കൂടെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ വീട്ടിൽ ചെയ്യുന്ന ചമ്മന്തിയാണ്. പിന്നെ ഇനി നമുക്കൊരു പ്രധാന ഐറ്റം കൂടി ഇതിന് റെഡിയാക്കാനുണ്ട്. ദോശ തന്നെയാണത്. നമുക്കിനി അതുകൂടെ ഉണ്ടാക്കാം. തട്ടുകട എന്ന് പറയുമ്പോഴേ കുട്ടി ദോശയാണ് എല്ലാവരുടെ മനസ്സിലും അല്ലേ. നമുക്ക് ആ കുട്ടി ദോശ തന്നെ ചുടാം. ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓംലെറ്റ് കൂടെ റെഡിയാക്കി എടുക്കാം. ഒരു ഡബിൾ ഓംലെറ്റാണ് ഞാൻ റെഡിയാക്കുന്നത്. അതുകൂടെ ആയാൽ ഇത് പൂർണ്ണമായി. നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആണ് ഈ ഡിഷസൊക്കെ. ഇത് പലർക്കും ഇത് ഇഷ്ടമുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത് കാണുമ്പോഴേ കൊതി വരുന്നുണ്ടാവും അല്ലേ. ഇനി ഇതിൻ്റെ റിയൽ ഫീൽ കിട്ടണമെങ്കിൽ നമ്മളിതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് ഒന്നിച്ച് തന്നെ വിളമ്പണം. എല്ലാം യോജിച്ച് വരണം, എന്നാലേ ആ സ്റ്റൈലാവുകയുള്ളൂ. ഒരു വലിയ പ്ലേറ്റ് തന്നെ എടുക്കാം നമുക്ക്. 2 പപ്പടം കൂടെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിച്ചൊരു പ്ലേറ്റ് ഇരിക്കും വേണം കഴിക്കാനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നല്ലേ. കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.